തിരുവാഭരണം കൊണ്ടുപോകുമ്പോൾ ഒരു കൃഷ്ണപ്പരുന്ത് പറക്കും. അതെ വളരെ പന്തളത്തു നിന്ന് തിരുവാഭരണം ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുമ്പം ആ കൃത്യസമയത്ത് കൃഷ്ണപരുന്ത് മുകളിൽ പറക്കും. അതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സ്ഥലത്ത്, കാട്ടിലൊരു സ്ഥലത്ത് ഈ തിരുവാഭരണം ഒരു 2 മിനിറ്റ് ഇറക്കി വെക്കും. ആ സമയത്ത് കൃത്യം ആ കാട്ടിൻ്റെ മുകളിൽ അവിടെ പറക്കും. അപ്പം അത്ഭുതം തോന്നും. കാരണം ഇത് അവിടുന്ന് പുറന്ന ഇതാണോ കൂടെ വരികയാണ്. അതൊരു അത്ഭുതമാണ്. ഭഗവാന്റെ ഒരു ക്ഷേത്രപാലകനല്ലേ? അതെ, ഒരു സങ്കല്പം. അത് ആ കൃഷ്ണപരുന്ത് അങ്ങ് വരെ, ആ ശബരിമല വരെ ആ കൃഷ്ണപരുന്തൊപ്പം ഉണ്ടാവും. പിന്നെ ഇതിൽ ഏറ്റവും 20-ാം തീയതി നടയെല്ലാം അടച്ച് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ആ ലാസ്റ്റ് ഡേയിൽ ഈ രാജപ്രതിനിധിക്ക് മാത്രമാണ് അവിടെ ദർശനം. അതൊരു ആ സമയത്ത് ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആ ഭഗവാനും പന്തളത്ത് രാജാവും പിന്നെ മേശാന്തിയും 2 സഹായികളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മേശാന്തിയും 2 സഹായികളും ആ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിൽ മറഞ്ഞു നിൽക്കും. രാജപ്രതിനിധി മുമ്പിൽ നിന്നിട്ട്, മുമ്പിൽ നിന്നല്ല, സൈഡിലിങ്ങനെ ചെരിഞ്ഞ് നിന്ന് ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ആ സമയത്ത് ആ തന്ത്രി അടക്കം ഒരു മനുഷ്യരും അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല, ഒരു മനുഷ്യരും അവിടെ ഉണ്ടാവില്ല.